ഹായ് ഹലോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒരു ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. നമ്മളെ കേക്ക് ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിന് കുറേ ടൂൾസുകളും അതേപോലെ കുറേ ഇൻഗ്രീഡിയൻസുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്നെ പറയാം. എൻ്റെ പേര് ഫർഹാന, ഞാൻ ബേക്കിംഗ് ടീച്ചറാണ്. നമുക്ക് കേക്ക് ചെയ്യാൻ നമുക്ക് എന്താ വേണം, കേക്ക് ടിന്ന് വേണം അല്ലേ. അപ്പൊ കേക്ക് ടിന്ന് പല സൈസിന് അവൈലബിൾ ആട്ടോ. നമുക്ക് സ്ക്വയർ ടൈപ്പിലാണെങ്കിലും റൗണ്ട് ഷേപ്പിലാണെങ്കിലും ഒരുപാട് എന്താണ് കണ്ടോ വ്യത്യാസങ്ങളുണ്ട്. കേക്ക് ടിന്നിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് റൗണ്ടിൽ തന്നെ കണ്ടില്ല നിങ്ങൾ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത് 5 ടിന്നുണ്ട്. ഈ 5 ടിന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസത്തിനെ പോലെ തന്നെ ഇതിന് ഓരോ കണക്കുണ്ട്. 1 kg 2 kg ഹാഫ് kg അങ്ങനെ കണക്കുകളും ഉണ്ട്. അപ്പൊ നമുക്കൊരു ടിന്ന് എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് 1 kg ആണ് ഹാഫ് kg ആണ് എങ്ങനെ അറിയാം. നമ്മളൊരു ബിഗിനേഴ്സ് ആയ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്കൊരു 1 kg കേക്ക് ടിന്ന് വേണം അല്ലേ. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുത്തു തരും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് പോയിട്ട് എങ്ങനെയാണ് അത് 1 kg ആണെന്നുള്ളത് ചൂസ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഈ റൗണ്ട് പോലെ തന്നെ ഇതാ കണ്ടില്ലേ, സ്ക്വയർ ടൈപ്പിലും ഉണ്ട് കേട്ടോ. സ്ക്വയർ ടൈപ്പിലുണ്ട്, ഇതേപോലെ ഹാർഡ് ഷേപ്പിൽ, ഒരുപാട് ഷേപ്പിൽ എന്താണ് കേക്കുകൾ ടിന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടോ മെഷീൻ ടാപ്പ്, ഇതുപോലുള്ള ഒരു മെഷീൻ ടാപ്പ് എടുക്കുക. മെഷീൻ ടാപ്പ് എടുത്തിട്ട് ഇതാ ഈ വലിയ അക്കങ്ങൾ 1 2 3 തുടങ്ങുന്നില്ലേ, ആ ഭാഗം ഇതാ ഇതിപ്പോൾ ഒരു 1 kg ടിന്നാണ്. 1 kg ടിന്നാണ്. ഈ ടിന്ന് 1 kg ആണെന്ന് എങ്ങനെയാണ് അറിയാന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഈ ടേപ്പ് ഇവിടെ വെച്ചിട്ട് ഇതാ ഇവിടേക്ക് ഇങ്ങനെ അളക്കുമ്പോൾ ഇതെന്താണ് കണ്ടില്ലേ, ഒരു 7 ഇഞ്ചാണ്. ഇതാ 7 ഇഞ്ചാണ്, നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും. ഇതാ 7 ഇഞ്ച്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 7 ആണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 1 kg ആണ്. ഒരു മെഷീൻ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ അളന്നിട്ട് നോക്കുമ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു 7 ഇഞ്ചാണ്. അതേപോലെ ഇത് വന്നിട്ടുള്ളത് ഒരു 4 ആണ്. നമുക്കിത് 1/2 കിലോൻ്റെ പകുതി ചെയ്യുന്ന ഒരു കേക്കാണ്. 1/2 കിലോൻ്റെ അടുത്ത് 5 ഇഞ്ച്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 5 കുറച്ച് 5 ഇഞ്ച് കുറച്ചുള്ളൂ ഹാഫ് kg ചെയ്യാം. അതേപോലെ തന്നെയാണ് ഈ ടിന്നും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെത് വന്നിട്ടുള്ളത് ഒരു 6 ഇഞ്ച് 5.5 ഇഞ്ച്. ഇത് നമുക്ക് ഹാഫ് kg ചെയ്യാവുന്ന കേക്ക് ടിന്നാണ്. അതേപോലെ ഇത് കണ്ടില്ലേ, ഈ ടിന്നുകൾ തന്നെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ടിന്നുകൾ ഇത് രണ്ടും റൗണ്ട് കൂടുതലും ഹൈറ്റ് കുറവുള്ള ടിന്നാണ്. അതേ സ്ഥാനത്ത് ഇത് റൗണ്ട് കുറവും ഹൈറ്റ് കൂടുതലുള്ള ടിന്നുകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കേക്ക് ടിന്ന് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് വേണം അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ടിന്നുകൾ ചൂസ് ചെയ്യാം. കണ്ടോ, ഇതുപോലുള്ള ടിന്നുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. റൗണ്ട് കുറവും ഹൈറ്റ് കൂടുതലുള്ള ടിന്നുകൾ ശ്രദ്ധിക്കുക എടുക്കാൻ. ഇതുപോലുള്ള ടിന്നുകൾ എടുത്താൽ റൗണ്ടിലുള്ള കേക്ക് കിട്ടും. ഇതാ നിങ്ങൾക്ക് നോക്കാം, ഇത് അറിയാം. കണ്ടോ ഇത്ര ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളെ കേക്കിൻ്റെ റൗണ്ടും കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കണ്ടില്ല എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന് ഇതാ കണ്ടില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ എന്ത് എപ്പോഴും കേക്ക് ടിന്ന് ചൂസ് ചെയ്യുമ്പോൾ ഹൈറ്റുള്ള കേക്ക് ടിന്നുകൾ ചൂസ് ചെയ്യുക. ഈ ഹൈറ്റുള്ള കേക്ക് ടിന്നുകൾ കൊണ്ട് നമുക്ക് ടോൾ കേക്കൊക്കെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ടിന്ന് മേടിച്ചാൽ മതി. പക്ഷേ ചിലവർ പറയും ഞങ്ങൾക്ക് കേക്കിൽ റൗണ്ട് കൂടുതലും മതി, ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. കുറേ ഫാമിലീസ് ഉള്ളവർ അങ്ങനെ മേടിക്കാം. അപ്പോൾ അങ്ങനത്തെവർക്ക് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ടിന്ന്. കണ്ടില്ലേ ഈ ടിന്ന് എത്ര സൈസാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 9 ഇഞ്ചൊക്കെയാണ് നമ്മളെ കേക്കിൻ്റെ അത്. ഇതിൽ വന്നിട്ടുള്ളത് ഒരു കിലോൻ്റെ മേലെ 1.5 കിലോനൊക്കെ നമുക്ക് പാരാട്ടോ. ഇത് 1.5 കിലോൻ്റെ ഒക്കെ ടിന്നാണ്. അതേപോലെ തന്നെയാണ് ഇതും. ഇതൊരു ഹാഫ് kgയിൽ കുറച്ച് കൂടുതലായിട്ട് പാരുന്നൊരു ടിന്നാണിത് കേട്ടോ. സെയിം തന്നെയാണ് നമ്മളെ സ്ക്വയർ ടിന്ന്. ഈ സ്ക്വയർ ടിന്നിന് വ്യത്യാസം വരും. ഇതും 1.5 കിലോ പാരുന്ന ടിന്നാണ്. അതേപോലെ തന്നെയാണ് ഇതും ഹാഫ് kg 3/4 കിലോ പാരുന്ന ടിന്നാട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ കേക്ക് ടിന്നിൻ്റെ ഡൗട്ടുകൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കേക്ക് ടിന്ന് ചൂസ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആദ്യം കേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് വേണം അല്ലേ. കേക്കിൻ്റെ ബേസ് വന്നിട്ടുള്ളത് സ്പഞ്ചാണ്. ആ സ്പഞ്ച് റെഡി ആണെങ്കിൽ ഇതുപോലുള്ള കുറച്ച് എന്ത് ചെയ്യാം, അളവ് പാത്രങ്ങൾ വേണം. അളവില്ലാണ്ട് നമ്മൾ ചെയ്താൽ അത് നമുക്ക് ഫ്ലോപ്പ് ആവും, കറക്റ്റ് ആവില്ല. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ മെഷറിംഗ് കപ്സ്. ഈ മെഷറിംഗ് കപ്സ് ഒരുപാട് മോഡലുകളുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ഇതിൽ വരും, അതിൻ്റെ ml വ്യത്യാസം വരും. കണ്ടില്ലേ, ഇത് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് 2 ടൈപ്സ് കപ്പുകളാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഒന്ന് ബ്ലാക്ക് ഒന്ന് കളർ. ഈ ബ്ലാക്കിൽ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ടോപ്പിൽ 1 കപ്പ് വന്നിട്ടുള്ളത് 240 ml ആണ്. 240 ml ആണ്. ഇതിൻ്റെ പകുതി വന്നിട്ടുള്ളത് അടുത്ത കപ്പ് 3/4 കപ്പ് വന്നിട്ടുള്ളത് 2/3 കപ്പ്. ഇതിൻ്റെ ഏറ്റവും താഴെ അടുത്തത് വന്നിട്ടുള്ളത് 1/4 കപ്പ്. പിന്നെ വന്നിട്ടുള്ളത് 1/4 കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് 1/2 കപ്പാണ്. പിന്നെ വന്നിട്ടുള്ളത് ടേബിൾ സ്പൂണും ടീസ്പൂണുകളാണ്. ഈ മെഷറിംഗ് കപ്സ് പോലെ തന്നെ ഇതിലൊരു ടേബിൾ സ്പൂണും ടീസ്പൂണും ഉണ്ട്. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും നമുക്ക് നിർബന്ധമാണ്. ഇതില്ലാണ്ട് നമ്മൾ കേക്കുകൾ ചെയ്യാൻ പറ്റൂല. കാരണം ചെയ്താലും അതിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും
പൊടികൾ എടുക്കുന്നോടത്ത് വ്യത്യാസം വന്നാൽ നമ്മളെ കേക്കിന് ഒന്നില്ലെങ്കിൽ ഹാർഡാകും അല്ലെങ്കിൽ അത് ലൂസാകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും മെഷറിംഗ് കപ്സുകൾ മേടിക്കുമ്പോൾ ഇത് ഉള്ളത് മേടിക്കാൻ നോക്കുക കേട്ടോ. ഇത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഇതാ 1 ടീസ്പൂണ്, 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂൺ, ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇത് കളറിൽ. ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ളത് 1 കപ്പ് വന്നിട്ടുള്ളത് 250 ml ആണ്. ഇതിൽ വന്നിട്ടുള്ളത് 250 ml ആണ്. അതിൻ്റെ താഴെ വന്നിട്ടുള്ളത് 1/2 കപ്പാണ്, 125 ml ആണ്, 125 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1/3 കപ്പാണ്, 1/3 കപ്പാണ്. ഇത് വന്നിട്ടുള്ളത് 85 ml ആണ്, 85 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1/4 കപ്പാണ്. ഇത് വന്നിട്ടുള്ളത് 60 ml ആണ്, 60 ml ആണ്. പിന്നെ വന്നിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ആണിത്. ഇത് 1 ടേബിൾ സ്പൂൺ, ഇത് 1/2 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ വന്നിട്ടുള്ളത് 15 ml, 1/2 ടേബിൾ സ്പൂൺ വന്നിട്ടുള്ളത് 7.5 ml ആണ് കേട്ടോ.